ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റൌസ് അവന്യൂ കോടതിയിലാണ് കെജ്രിവാളിനെ ഹാജരാക്കുക. വിശദമായ ചോദ്യം ചെയ്യലിനായി കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ED ആവശ്യപ്പെടും. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിൽ നിന്നും സംരക്ഷണം തേടിയുള്ള ഹർജി തള്ളിയ ഡൽഹി ഹൈക്കോടതി തീരുമാനത്തിനെതിരായ കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുമുണ്ട്. രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ഡൽഹിയിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായതാണ് ഇന്നലെ രാത്രി. മുഖ്യമന്ത്രിയുടെ അറസ്റ്റ്, അതിനുശേഷമുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിരോധം, ഉപരോധം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്താണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ? ഒപ്പം ആപ്പ് എങ്ങനെയാണ് ഇനി നീങ്ങാൻ പോകുന്നത്? പ്രജിൻ, ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, രാജ്യത്ത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുക അത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും എന്നതാണ് ഇപ്പോഴത്തെ അത് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഇന്നത്തെ ഒരു ശ്രദ്ധയായി മാറുന്നത്. ഡൽഹിയുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അറസ്റ്റിലാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെയാണ് രാജ്യം പ്രതിനിധീകരിക്കുന്നത്. ഇന്ന് ആം ആദ്മി പാർട്ടി അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇന്നലെ ഈ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയാകുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റ് സംരക്ഷണം നൽകാനായിട്ട് അവർ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ED ഒരു സമയം പോലും മെനക്കെടുത്താതെ അറസ്റ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിയമ സംരക്ഷണം അരവിന്ദ് കെജ്രിവാളിന് നൽകുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ആദ്യത്തെ അജണ്ട. അതിനുശേഷം ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും അവർ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഇന്ന് ലഭിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുടെ ഒരു നിരയാണ് ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വിയുടെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി കോടതിയിലേക്ക്, ഇന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്നത്. അറസ്റ്റിൽ നിന്നും അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടി അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഈ ആം ആദ്മി പാർട്ടിയുടെ ഹർജി സുപ്രീം കോടതിയിൽ അവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ സമാനമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. റോസ് അവന്യൂ കോടതിയാണ് വിചാരണ കോടതി എന്ന രീതിയിൽ ഉള്ളത്. റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹം അന്വേഷണത്തോട് നിസ്സഹകരിച്ചു എന്നുള്ളതാണ്. സാക്ഷിയായിട്ടാണ് അദ്ദേഹത്തിന് സമൻസ് നൽകിയത്. പക്ഷേ അന്വേഷണത്തോട് വിസമ്മതിച്ചു. അത് കേസിൽ പങ്കാളിത്തമുള്ളത് കൊണ്ടാണ് എന്ന സംശയം തങ്ങൾക്കുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലും തെളിവ് കണ്ടെത്തലും നടത്തിയപ്പോഴാണ് ഈ രേഖകളൊക്കെ ലഭിച്ചത് എന്നായിരിക്കും ED കോടതിയെ അറിയിക്കാനായിട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണം എന്ന് ED ആവശ്യപ്പെടും. തുടർന്ന് ആ നടപടി അങ്ങനെയായിരിക്കും പോവുക. കോടതി ഏത് വിധത്തിലാണ് തീരുമാനമെടുക്കുക എന്നുള്ളത് ആ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരിക്കും. നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റിന് സംരക്ഷണം തേടിക്കൊണ്ട് എത്തുന്ന, അഥവാ ഡൽഹി ഹൈക്കോടതിയുടെ അപ്പീലിനെതിരെ സമർപ്പിക്കപ്പെടുന്ന ഹർജി അത് ഇൻഫ്രാക്ച്വസ് ആയി എന്ന വാദമായിരിക്കും ഉയർത്താനായിട്ട് പോകുന്നത്. ആ ഹർജി കാലഹരണപ്പെട്ടു. അറസ്റ്റ് നിന്ന് സംരക്ഷണം തേടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. അതാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഇനി ആ സംരക്ഷണത്തിന് പ്രസക്തിയില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഇനി കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിചാരണ നടപടികളോട് സഹകരിക്കാത്ത, സമൻസ് അടക്കം കൈപ്പറ്റി തെളിവ് നൽകാനായിട്ട് തയ്യാറാകാതിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി സഹകരിക്കുകയാണ് വേണ്ടത് എന്ന നിലപാടായിരിക്കും ഇന്ന് ED സുപ്രീം കോടതിയിൽ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. സുപ്രീം കോടതിയിലാണെങ്കിലും ശരി, റോസ് അവന്യൂ കോടതിയിലാണെങ്കിലും ശരി രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അത് ഏറെ നിർണായകമാണ്. അതിപ്പോൾ 2 കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നേരത്തെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. അത് ഹൈക്കോടതി നേരത്തെയുള്ള ഈ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ്. അത് തള്ളിയ സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ വരിക. സ്വാഭാവികമായിട്ടും അവിടെ കാലഹരണപ്പെട്ടുപോയ ഒരു കാര്യമാണ് ഈ ആവശ്യം എന്ന വാദം കേന്ദ്രം ഉയർത്തുമെന്ന് നമുക്കറിയാവുന്നതാണ്. ഒപ്പം റൌസ് അവന്യൂ കോടതിയിലും ഇന്ന് സമാനമായ ഹർജികൾ വരുന്നുണ്ട്. എന്താണ് കോടതികൾ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചു കഴിഞ്ഞാൽ പലതവണ നോട്ടീസ് നൽകുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട്. അതും ഇതേ കേസുമായി ബന്ധപ്പെട്ടാണ്, ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഹാജരാകില്ല എന്ന നിലപാട് തുടർച്ചയായി സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയെ, ഡൽഹി മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ അറസ്റ്റിലേക്ക് വന്ന സാഹചര്യങ്ങൾ എന്താണ്, പശ്ചാത്തലം എന്താണ്, ഒടുവിൽ ഈ മദ്യനയത്തിൻ്റെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം അത്
അരവിന്ദ് കെജ്രിവാളാണ് എന്ന് ഇ ഡി എന്തുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ട് വാദിക്കുന്നു? ഒപ്പം എങ്ങനെയായിരിക്കും ഇതിൽ ആപ്പിന്റെ പ്രതിരോധം? ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്ന്, ആ, ഈ അഴിമതിയുടെ എല്ലാം അടിസ്ഥാന കേന്ദ്രം അത് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളും ഒപ്പം മനീഷ് സിസോദിയും ആണ് എന്നതാണ്. ഇന്നലെ വരെ മനീഷ് സിസോദിയുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയാണ് ഇതിന്റെ കേന്ദ്രബിന്ദു എന്ന വിധത്തിലായിരുന്നു ഇ ഡി നിലപാട് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇന്നു മുതൽ അവരത് മാറ്റും. കാരണം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ ആ വിധത്തിലാണ് എന്ന വാദം ഇ ഡി ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെയും ഇതിന്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഒരു ബിന്ദു എന്ന രീതിയിൽ കൊണ്ട് നിർത്താനായി ഇ ഡി താല്പര്യപ്പെടുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും തിരിച്ചടിയായി മാറിയത് ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഈ മദ്യ വിപണനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ മുൻപ് എത്രത്തോളം വലുതായിരുന്നു എന്ന്. അതിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡൽഹിയിലും ആ ഘട്ടങ്ങളിൽ ഉണ്ടായത്. ഡൽഹിയിൽ ഒരു മദ്യനയം ഉണ്ടായിരുന്നു. ആ മദ്യനയത്തെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി പൊളിച്ചെഴുതാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഡൽഹിയിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ സ്വീകരിച്ചത്. അതനുസരിച്ചുകൊണ്ട് പല മേഖലകളായിട്ട് ഈ വിപണന സംവിധാനത്തെ വിഭജിച്ച് ചില സ്വകാര്യ കമ്പനികൾക്ക് നൽകുകയും ചില പ്രത്യേക ബ്രാൻഡുകൾ മാത്രം ആ വിപണികളിൽ ലഭ്യമാക്കുകയും ലഭ്യമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും നമ്മൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ഈ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഡൽഹിയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രശ്നമായിട്ടില്ല. കാരണം അവിടുത്തെ ഒരു നയത്തിന്റെ പ്രത്യേകത അതായിരുന്നു. സർക്കാരിന്റെ ചുമതലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം. അതിനെയാണ് വളരെ പെട്ടെന്ന് ഒരു സ്വകാര്യവൽക്കരിക്കുന്ന വിധത്തിലേക്ക് എത്തുകയും ചില പ്രത്യേക ബ്രാൻഡുകൾ മാത്രം വിറ്റഴിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തത്. ജനങ്ങൾ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. അത് നയം മാറ്റിയത് കൊണ്ടാണോ, ഈ വന്ന സ്വകാര്യ ഏജൻസികൾ പുലർത്തിയ അവരവരുടെ ഇഷ്ട ബ്രാൻഡുകൾക്ക് പകരം മറ്റ് ബ്രാൻഡുകൾ നൽകാൻ തുടങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല. ആ ഘട്ടത്തിൽ എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. ആം ആദ്മി പാർട്ടിക്ക് ആ നയം പിൻവലിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. ഇതാണ് ബി ജെ പി രാഷ്ട്രീയമായിട്ട് മുതലെടുത്തത്. ഈ നയവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തുന്നു. അതിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അടക്കം ബി ജെ പി ആയുധമാക്കുന്നു. ആ ഘട്ടത്തിലാണ് ഈ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കിയ പണം അത് മറ്റ് പാർട്ടികളെക്കാൾ കടത്തിവെട്ടുന്ന രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങളും ഒക്കെ പ്രചരണ രീതികൾക്കും ഒക്കെ വലിയ പണം ആം ആദ്മി അവിടെ ചെലവാക്കി. ഈ പണത്തിന്റെ എല്ലാം സോഴ്സ് എന്താണ് എന്ന ചോദ്യവുമായിട്ട് ബി ജെ പി രംഗത്തെത്തുന്നു. അത് ഡൽഹിയിൽ നിന്ന് ലഭിച്ച മദ്യനയ അഴിമതിയുടെ പണമാണ് എന്ന വാദമാണ് ബി ജെ പി ഉയർത്തിയത്. അതിനുവേണ്ടി അടിസ്ഥാനമായിട്ട് അവർ ഇന്റലിജൻസിന്റെ അടക്കമുള്ള തെളിവുകൾ എന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. തുടർന്നാണ് അന്വേഷണം ഉണ്ടാകുന്നത്. ഈ അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിൽ തന്നെ അങ്ങനെ അന്വേഷണത്തിന് ഏറ്റവും ഒടുവിലാണ് ഇ ഡി ഈ രംഗത്ത് വരുന്നതും ഇ ഡി പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടർച്ചയായി നോട്ടീസുകൾ നൽകിയതും. പക്ഷേ അതിനോടെല്ലാം അനുകൂലമായൊരു സമീപനമല്ല അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചത്. അതിനുശേഷം നമ്മൾ മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നും. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അറസ്റ്റാണ് രാഷ്ട്രീയ രംഗം, രാഷ്ട്രീയ മണ്ഡലം ചർച്ചയാക്കുന്നത്. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെയൊരു അറസ്റ്റ് അത് രാഷ്ട്രീയ വിഷയമായി തന്നെ പ്രതിപക്ഷ സഖ്യം കാണുന്നുമുണ്ട്. അത്തരം പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയുമാണ്. ആർ കെ തുടരുന്നുണ്ട്. ആർ കെ, ഈ അറസ്റ്റ് അത് കൃത്യമായി ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചതാണ്. കാരണം തുടർച്ചയായി സമൻസുകൾ നിരാകരിക്കുന്നു, അത് സ്വീകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല. അങ്ങനെ അനുകൂലമായി ഒരു മറുപടിയും ഇ ഡിക്ക് നൽകുന്നുമില്ല മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു, നേതാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നു എന്നത് വ്യക്തവുമാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അത് ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നു, അത് ഈ രീതിയിലാകും എന്നത് അവർ കരുതിയിരുന്നു. അത് രാഷ്ട്രീയമായി എങ്ങനെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും ഒപ്പം ഈ പ്രതിപക്ഷ ഐക്യസഖ്യം ഇന്ത്യ മുന്നണിയൊക്കെ നോക്കിക്കാണുന്നത്, ഇടപെടുന്നത്? ഇതില് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പ്രജിൻ ചോദിച്ച ചോദ്യമാണ്. രാഷ്ട്രീയമായിട്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ ശക്തി ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ തെളിയിച്ചേ മതിയാകൂ. കൂടുതൽ എം പിമാരെ നേടിക്കൊണ്ട് ആ പാർട്ടിയുടെ ഒരു ശക്തി
വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയെ സംബന്ധിച്ച് BJPക്ക് വലിയ തലവേദന ഒരുപക്ഷെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആം ആദ്മി പാർട്ടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇനിയുള്ള സാഹചര്യത്തെ പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഈ കേസിന്റെ ഭാഗമല്ല അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് വലിയ പ്രതിരോധം അല്ലെങ്കിൽ വലിയ ശ്രമം വേണ്ടി വരും. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ നാൾ വരെ ED പറഞ്ഞിരുന്നത് ഇതിന്റെ എല്ലാം ബുദ്ധി കേന്ദ്രം മനീഷ് സിസോദിയാണ്. മനീഷ് സിസോദിയ നടത്തിയ ഗൂഢാലോചനയെ കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചും അരവിന്ദ് കെജ്രിവാളിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയത്തിൽ സാക്ഷിയായി വന്ന് തെളിവ് നൽകണം എന്നുള്ളതാണ് ED ആവശ്യപ്പെട്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് അത് ഹാജരായി എല്ലാം മനീഷ് സിസോദിയുടെ തലയിൽ കെട്ടിവെക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് മുതിർന്നില്ല. 9 തവണയാണ് ED ഈ സമൻസ് നൽകിയത്. ഒരു തവണ അദ്ദേഹം വിപാസന ധ്യാനത്തിന് പോയി, അതുകൊണ്ട് താൻ ധ്യാനത്തിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഹാജരാകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നൊരു തവണ തനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് മാറാൻ നോക്കി. പിന്നെ ഈ 16-ാം തീയതി വരെ, ഈ മാർച്ച് 16-ാം തീയതി വരെ താൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കുകളാണ്, അതുകൊണ്ട് ഈ അന്വേഷണത്തോട് തനിക്ക് 16-ന് ശേഷമേ സഹകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. 16-ാം തീയതി ആയപ്പോഴേക്കും അദ്ദേഹം കോടതിയിൽ തനിക്കെതിരായിട്ടുള്ള സമൻസ് അത് നിയമപരമായിട്ട് ശരിയല്ല, അത് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ EDക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് അവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ഏത് കേസിനെ സംബന്ധിച്ചും ആ കേസിലെ സാക്ഷി അന്വേഷണത്തെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനായി ജുഡീഷ്യൽ സംവിധാനത്തിന് മുന്നിൽ സാധിച്ചാൽ ആ സാക്ഷി പിന്നീട് പ്രതിയായി മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആ രീതിയിലാണ് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ സ്ഥാനം പ്രതിപട്ടികയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ ഒരു പശ്ചാത്തലമാണ് ED ഇന്നലെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ED ഈ അറസ്റ്റ് ഒരുപക്ഷെ റോസ് അവന്യൂ കോടതിയിൽ വെച്ച് നടക്കുമെന്നാണ്, 16-ാം തീയതി നടക്കുമെന്നാണ് നമ്മളേവരും അങ്ങനെ കരുതിയിരുന്നത്. കാരണം റോസ് അവന്യൂ കോടതിയിൽ സാധാരണ രീതിയിൽ ED ഈ വിധത്തിലൊരു ഹർജി അവിടെ നൽകും. ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന ഒരു ഹർജി നൽകി കഴിഞ്ഞാൽ അത് അന്ന് കോടതിയിൽ വിളിച്ചു വരുത്തുന്ന കക്ഷിയെ ചോദ്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതിനുശേഷം ചോദ്യം ചെയ്യാനാണ് ഇന്ന് കോടതി അനുമതി നൽകും. കോടതിയിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അനുമതി നൽകും. അപ്പോൾ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു രീതിയാണ് പലപ്പോഴും ED അനുവർത്തിച്ചു വരുന്നത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് അന്ന് കോടതി ആ വിഷയത്തിൽ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ EDക്കാകട്ടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളെ ED മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അടുത്ത സമൻസ് നൽകി. ആ സമൻസിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചത്. അതിൽ പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി നേരിട്ടു. ഇന്നലെ ആ തിരിച്ചടി ഉണ്ടായി. ആ ജഡ്ജി, ഇന്നലെ ഈ കേസ് കേട്ട ജഡ്ജി പറഞ്ഞത്, അന്വേഷണത്തോട് എന്തിനാണ് അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രിയല്ലേ, അന്വേഷണത്തോട് എന്തിനാണ് മുഖം തിരിക്കുന്നത്? അദ്ദേഹത്തിന് നിരപരാധിയാണെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹാജരാക്കാവുന്നതാണല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചടിയായി. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പ്രതിരോധാവസ്ഥ, അഥവാ ആം ആദ്മിയുടെ ഒരു പ്രതിരോധാവസ്ഥ, രാഷ്ട്രീയമായിട്ട് അവർ മറ്റേതെങ്കിലും വിധത്തിലേക്കുള്ള വാദങ്ങൾ ഉയർത്തുന്നതിന് മുമ്പോ നിയമപരമായ ഏതെങ്കിലും പ്രതിരോധം തീർക്കുന്നതിന് മുൻപോ അന്വേഷണ ഏജൻസി എന്ന രീതിയിൽ ED പ്രതികരിച്ചു. ED അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ എത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇത് അതൊരു സുപ്രധാനമായ ചോദ്യം കൂടിയാണ്. എന്തിനാണ് ഈ അന്വേഷണത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഭയക്കുന്നത്? അതും ഈ 9 തവണ നോട്ടീസ് നൽകിയിട്ടും അതിൽ ഹാജരാകില്ല എന്ന നിലപാട് എന്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി സ്വീകരിച്ചു? ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെയുള്ള സ്വാഭാവിക ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ടല്ലോ. അതിന് കൃത്യമായി ഈ ആം ആദ്മി പാർട്ടിക്കകത്തും അത്തരത്തിലുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ടോ? അണികൾക്കിടയിൽ അത്തരം സംസാരങ്ങളുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച്? ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി എത്തിച്ചേരുക എന്നുള്ളതാണെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ സ്വാധീനമുള്ള പ്രതിപക്ഷ നിരയിലെ കക്ഷിയായി മാറുക എന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ BJPക്ക് തിരിച്ചടി നേരിട്ടാൽ നേതൃസ്ഥാനത്തേക്ക് പോലും എത്താൻ സാധിക്കും, അഥവാ പ്രധാനമന്ത്രി പദം പോലും അരവിന്ദ് കെജ്രിവാളിന് അവകാശപ്പെടാൻ സാധിക്കും എന്നൊക്കെയായിരുന്നു ഈ ആം ആദ്മി പാർട്ടിയുടെ. അതിനു വേണ്ടിയിട്ടാണ് ചെയ്തു വന്നിരുന്നത്. ഈ ഒരു പശ്ചാത്തലമാണ് BJPയെ സംബന്ധിച്ച് അവർക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിലൊക്കെ ഉണ്ടായത്. കാരണം ഈ
നമ്മൾ പരിശോധിച്ചാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഈ ഡൽഹിക്ക് പുറമെ പലയിടങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനം വർദ്ധിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. നമുക്ക് കണക്കുകളിൽ നിന്നും ഒക്കെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം എന്ന രീതിയിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് എല്ലാ വിധത്തിലുള്ള രാഷ്ട്രീയ പ്രതിരോധാവസ്ഥയും നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ അന്വേഷണ നടപടികളോട് ആം ആദ്മി പാർട്ടി ഏത് വിധത്തിലാണ് സഹകരിക്കാൻ പോകുന്നത്, അവരുടെ തീരുമാനം എന്താണ്? പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ജയിലിലായി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും തീരുമാനം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തിരിച്ചടി നേരിടുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരക്ഷണമോ ലഭിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ഉണ്ടാകുകയുമാകൂ. അത് സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ ഡൽഹിയിലെ ഒരു അവസ്ഥ, ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറുടെ ഒരു നിയന്ത്രണം കൂടി ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജയിലിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അഥവാ റിമാൻഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരും. അങ്ങനെയുണ്ടെങ്കിൽ ശരി, ആർക്കെന്തായാലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട